ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലുള്ള ദൈവമക്കളുടെ ഒക്കെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ചർച്ച് സൗണ്ട് പ്രൂഫ് ചെയ്യണമെന്നും AC ആക്കണമെന്നും. അത് കർത്താവ് സാധിപ്പിച്ചിരുന്നു. പ്രിയ ജേക്കബ് അച്ചാനെയാണ് ദൈവം ഉപയോഗിച്ചത്. കർത്താവിന്റെ ദാസൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പിറവം പാമ്പാക്കുട അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു മുൻകാല മെമ്പറാണ്. കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. ഞങ്ങളിത് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിരന്തരം പ്രാർത്ഥന. ഈ സഭയിൽ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥന നടക്കുന്ന ഒരു തരത്തിലേക്ക് മാറാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് നമ്മുടെ ഈ കാര്യത്തിന് വേണ്ടി സഹായിച്ച സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള അനേക ദൈവത്തിന്റെ മക്കളുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും അവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, അനേകം മടങ്ങ് നന്മ നൽകി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേക സൂക്ഷിപ്പും കാവലും ഞങ്ങളുടെ മേലുണ്ട്. ഇന്ന് ദൈവം തന്ന ഒരു വചനം, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നില നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവ 1:5 ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അടിമാലിക്ക് വേണ്ടി മാത്രമല്ല, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. ആമേൻ. എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞങ്ങളും ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അയക്കട്ടെ. അതിന്റെ പിന്നിൽ അധ്വാനിച്ച ഈ വാത്സല്യ സഭയിലുള്ള ദൈവമക്കളെ, കുടുംബങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയും കർത്താവിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. സ്വർഗത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ അറിയിക്കുവാനും ഈ നാളിൽ ഇടയാകട്ടെ. കർത്താവായ യേശുവിന്റെ വരവ്, രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്ത് പോയിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി അഹോരാത്രം ആമെ അധ്വാനിക്കുവാനും പ്രാർത്ഥനയിൽ മുന്നേറുവാനും കൃപാവരങ്ങളുടെ ജ്വലനം ദൈവം ജീവിതത്തിൽ അയച്ച് അനേകർ വിടുവിക്കപ്പെടുവാനും കർത്താവിലേക്ക് വരുവാനും ശക്തമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.